ഹായ് ഹായ് ഹലോ, ഹലോ സുമം ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങള് എല്ലാവരും കൂടി ഹൈദരാബാദിന് പോകുവാനായിട്ടാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഞാനും എൻ്റെ മരുമകൾ ഹർഷിയും ഞങ്ങളുടെ വേറുമോളും. ഞങ്ങൾക്ക് കാലത്തായിരുന്നു ട്രെയിന്. ഞങ്ങളിവിടെ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ട്രെയിൻ വന്നത്. ഈ ട്രെയിനല്ല, നമ്മുടെ ട്രെയിൻ വേറെയാണ് വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് ഞങ്ങളുടെ ബാപ്പച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ബാപ്പച്ചി കുഞ്ഞിനെ എടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. സെഹ്റയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. അപ്പൊ അതുകൊണ്ട് അവള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായി എൻജോയ് ചെയ്യുന്നുണ്ട്. പുറത്ത് ഓരോ കാഴ്ചകൾ മാറി മാറി പോകുമ്പോൾ അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. നല്ല കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. സെഹ്റുവിന്റെ കളിയും ചിരിയുമാണ് ഞങ്ങളുടെ ടൈം പാസ് കേട്ടോ. ഞങ്ങള് സെഹ്റുവിന്റെ കളിയും ചിരിയും കണ്ടോണ്ടിരുന്നപ്പോഴാണ് പുറത്തെ കാഴ്ച കണ്ടത്. ഇത് കണ്ട കുറേ പാടങ്ങളും നല്ല സ്ഥലങ്ങള്. എവിടാന്നറിയാവോ? കഞ്ചിക്കോട്. കഞ്ചിക്കോടാണ് ഈ സ്ഥലം. ഈ പാലക്കാട് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. എവിടെ നോക്കിയാലും പാടങ്ങളും കൃഷികളും പച്ചപ്പ് നിറഞ്ഞ ഹരിതാപം ഭംഗിയുള്ള ഭൂമിയാണ്. പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് പിന്നീട് കാണുന്നത്. നിങ്ങളെ ഒന്ന് കാണിക്കണം ഞങ്ങൾക്ക് തോന്നി. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ കേരളം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമ്മൾ മൊത്തം കാണുന്നത്. സെഹ്റു ഇതിനകത്ത് ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട കഞ്ചിക്കോട്ടിന്റെ പ്രകൃതി മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. വാഴയും പിന്നെ കൃഷിസ്ഥലങ്ങള് മാത്രമല്ല, ഇതുപോലെ ഈ മാവുകളും ഒരുപോലെ നിൽക്കുന്ന മാവുകളുടെ തോട്ടങ്ങളും പിന്നെ വാഴത്തോപ്പുകളുമായിട്ട് ഒരുപാട് സ്ഥലങ്ങള് കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഇത് വീട്ടിലൊന്നിരുന്നാൽ നമുക്കിതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഹൈദരാബാദ് വരെ പോയില്ലെങ്കിലും ചെറിയ ചെറിയ യാത്രകൾ നടത്തുന്നത് നമ്മുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ ആണ് സത്യം പറഞ്ഞു. അത് നേരാണ്. ചെറിയ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണാത്ത, നമ്മള് കുന്നും മലകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പാടങ്ങളും പുൽമേടുകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പം ഇത് കണ്ടോ, കണ്ണെത്താ ദൂരത്ത് കിടക്കുന്നത്. ഇവിടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു കടല് പോലെ കാണുകയാണ്. അങ്ങ് അക്കരെ ഒന്നും കാണത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ആന്ധ്രാപ്രദേശിലേക്ക് തമിഴ്നാട്ടിലേക്ക് കയറുകയാണെ. ഈ സ്ഥലങ്ങളൊക്കെ തമിഴ്നാടിന്റെ ഭാഗങ്ങളായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് കുറെ നദികളും പിന്നെ അതുപോലെ തന്നെ കുറെ പുഴകളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. 2 ദിവസത്തെ യാത്രയായ കാരണം കുറച്ച് ഞങ്ങള് ക്ഷീണിച്ചായിരുന്നു എന്ന് പറയാം, ഇല്ലെന്നല്ല. പിന്നെ ഞങ്ങളുടെ കുഞ്ഞി സെഹ്റുവിനാണെങ്കിൽ എല്ലാം ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളായ കാരണം അവള് കണ്ണിമ വിട്ടാതെ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഈ ട്രെയിനിന്റെ ശബ്ദമൊക്കെ അവക്കൊരു ഭയങ്കര ഒരു അതിശയമായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളാണിത്. അവർക്ക് ഇവളുടെ ഒരു ടൈം പാസ് ആയിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവളുടെ കളിയും ചിരിയും അവളെ എടുക്കുകയും അവളെ കൊണ്ട് വർത്താനം പറയിപ്പിക്കുകയും. അവള് വർത്താനമൊന്നും പറയത്തില്ല, എന്നാലും അവളുടെ ഡാൻസും ആട്ടവും ഒക്കെ കാണാനായിട്ട്. ഒരു പാട്ട് പാടുമ്പോൾ ഇവള് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. അവർക്ക് ടൈം പാസ്സായിട്ട് ഒരു 2 ദിവസം നിൽക്കുന്നതല്ലേ, അപ്പോൾ ഒക്കെ ടൈം പാസിന് വേണ്ടേ. അപ്പം കുട്ടികളാവുമ്പോൾ ഭയങ്കര ടൈം പാസ്സാവും. മാറി മാറി അവരെടുക്കുകയാണ്. അവർ പഠിക്കുന്ന കുട്ടികളാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു സെഹ്റുവിൻ്റെ ഓരോ കളിയും ചിരിയും കാട്ടായും. ആരുമായിട്ട് സെഹ്റു അടുക്കത്തൊന്നുമില്ല. പിന്നെ ഇവര് കുറേ നേരം ആയപ്പോഴത്തേക്കിനുമായിട്ടാണ് ഇവരുമായിട്ടൊക്കെ അടുക്കാൻ തുടങ്ങിയത്. ഒത്തിരി ശ്രമിച്ചതിന്റെ ഫലമാണ് ഇവള് ഇത്ര അടുത്തത്. സെഹ്റുവിന്റെ ചിരിയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സമയം പോക്കിന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ തമിഴ്നാട് കഴിഞ്ഞു ഇതാണ്ട്
ഇതാണ് ഹൈദരാബാദ്. ഹൈദരാബാദിലെത്തി. ഹൈദരാബാദിന്റെ അവിടെ എന്ന് പറഞ്ഞാല് കുന്നും മലകളും ഒന്നുമല്ല, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വാരി എറിഞ്ഞ പോലെയാണ് ഹൈദരാബാദിന്റെ ചുറ്റുപാടും. എല്ലാവർക്കും ഇവിടെയാണ് കന്നിമൂല, അത് ഇത് നോട്ടവും എല്ലാം. അവിടെ ഇത് ഒരു നോട്ടവും ഇല്ല, വായു കയറണമെന്നോ ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അല്ലേ തന്നെ എല്ലായിടവും ഇങ്ങനെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലാറ്റുകളാണ്. ഇടയ്ക്കൂടെ ഈ ഫ്ലാറ്റിന്റെ എല്ലാ ഇടയുടെ റോഡുകളും ഉണ്ട്. റോഡിന്റെ സഞ്ചാര യോഗ്യമായ റോഡുകളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബോർവെല്ലിന്റെ വെള്ളമാണ്, അല്ലാതെ കിണറുകളോ അങ്ങനെയൊന്നും അല്ല. ബോർവെൽ കിണറുകളാണ് വെള്ളം എത്തിക്കുന്നത്. നമ്മുടെ കേരളം പോലെ കുന്നും മലകളും ഒന്നും അവിടെ പോയി പാടങ്ങളും ഒന്നും കാണാമെന്ന് വിചാരിക്കുകയേ വേണ്ട. ട്രെയിൻ ഇറങ്ങുമ്പം തൊട്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങളും കോൺക്രീറ്റ് ഫ്ലാറ്റുകളും എല്ലാമാണ്. റോഡുകളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. തിരികെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോയും കൂടെ എടുത്തു. ഇത് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ അതിർത്തി ഭാഗങ്ങളാണ്. അവിടെ ഇങ്ങനെ പാടങ്ങളൊക്കെ മണ്ണെത്തിച്ച്, ഇത് കണ്ട മണ്ണിട്ട് പാടം നിരത്തി നല്ല വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കിയിരിക്കുകയാണ്. ഇവിടുന്നൊക്കെയാണ് നമുക്ക് ഫുഡ് ഐറ്റംസ് എത്തിച്ചേരുന്നത്. പലതരത്തിലുള്ള കൃഷികളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ യൂക്കാലി മരങ്ങൾ ഇപ്പം നട്ടു വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ എന്നാത്തിനാണെന്ന് അറിയത്തില്ല. ഒക്കെ കാണാൻ തന്നെയുണ്ട് ഫാക്ടറികള്, പിന്നെ കുറെ എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ പാറകള്, പശ്ചിമഘട്ട, അങ്ങനെ പല പല നാടുകളാണ് കാണാനുള്ളത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ. നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് സമയം പോക്കിന് കണ്ടോണ്ടിരിക്കും. ഇതൊക്കെ കൃഷിഭൂമികളാണ്, അവിടുത്തെ കൃഷിഭൂമികളാണ്. ഈ ആന്ധ്രാപ്രദേശ് ഇതാന്ന് തോന്നുന്നു ഈ ഫാക്ടറി, ഈ സിമെന്റ് ഫാക്ടറി എന്നിട്ടാണ്. ആന്ധ്രാപ്രദേശ് എന്ന് പറയാൻ ഭയങ്കര ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒത്തിരി നേരം നമ്മൾ ആന്ധ്രാപ്രദേശ് ചെയ്യുന്ന സ്ഥലം കാണാനുണ്ട്. ഇങ്ങനെ കൃഷിഭൂമിയാണ് മൊത്തം ആന്ധ്രാപ്രദേശ്. അവര് ബോർവെല്ലിലാണ് ഈ കൃഷി നനയ്ക്കുന്നതും എല്ലാം. ബോർവെല്ലിൽ വെള്ളം അടിച്ച് എത്രയോ സ്ഥലങ്ങളിൽ കിണറുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത്രയും കിണറുകൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇത്രയും കൃഷിഭൂമികളിൽ വെള്ളം എത്തിക്കാൻ പറ്റുള്ളൂ. വെള്ളം പിടിച്ചിട്ട് തടാകങ്ങളാക്കും. പിന്നെ ഒരു സന്ധ്യാസമയം, നല്ലൊരു സന്ധ്യാസമയം നിങ്ങൾക്കായി സൂര്യനസ്തമയ സമയം കാണിച്ചതാണ്. ഇതൊക്കെ നമുക്കൊരു ആസ്വാദനമായ ഒരു കാഴ്ചയാണ്. ഇത് നമ്മുടെ കേരളമാണ്. കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ അതിർത്തി കേരളം കണ്ട കഞ്ചിക്കോട് ആ ഭാഗങ്ങളാണ്. ഇത് നമ്മുടെ പശ്ചിമഘട്ടം. നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. നല്ല സുന്ദരമായ സ്ഥലമാണ്. ഇത് കണ്ട നല്ല ഷൂട്ടിങ്ങിനൊക്കെ ഉള്ള ഏരിയയാണ് കഞ്ചിക്കോട്. നല്ലൊരു പ്രകൃതി സുന്ദരമായ സ്ഥലമാണെന്നുണ്ടല്ലോ ആ ഭാഗമാണിത്. പശ്ചിമഘട്ടമാണ് കാണുന്നത്. നമ്മൾ ആദ്യം കാണുന്നവർക്ക് ഈ മല ഇങ്ങനെ കാണുമ്പോൾ നീണ്ടു നിവർന്നിതിങ്ങനെ തമിഴ്നാട് വരെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, കുറേ അങ്ങ് ദൂരെ വരെ. നമുക്ക് ഈ ആദ്യം കാണുമ്പോൾ ഈ മലകൾ കാണുമ്പം അതിശയമാണ്. കാരണം ഇത്രയും നീണ്ടു നിവർന്ന് കിടക്കുന്ന മലകൾ ഒരേപോലെ കിടക്കുക. വേറെ കുന്നും ചരിവുകളോ വേറെ ഒന്നും ഇല്ല. ഈ ഒരു മല മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടേക്ക് മനുഷ്യവാസം ഒന്നുമില്ല. മനുഷ്യന്റെ
മനുഷ്യനിവാസവും ഇല്ല, മനുഷ്യൻ താമസവും ഇല്ല, ദൂരെയാണ് കൃഷിയും എല്ലാം. ഇതുണ്ടോ തെങ്ങോല ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിന്. ആ സന്തോഷം നിങ്ങൾക്കൂടെ പങ്കുവെച്ച് തരികയാണ് കേട്ടോ. ആ മലകളുടെ ഒരു ചെറിയ മല ഇങ്ങനെ അടുത്ത് കാണുന്നതാണ്. ഇത് കണ്ടോ, അതങ്ങ് അമ്പലമാണ് ആ പൊക്കത്തിൽ കാണുന്നത്. ആ അമ്പലത്തിലേക്ക് പോകുന്നത് ഒരു വഴിയാണ്. അതങ്ങനെ അതിന്റെ മുകളിലും ആൾക്കാരൊക്കെ പോകുന്നുണ്ടെന്നാണ് അതിന്റെ ലക്ഷണങ്ങൾ. ഈ അമ്പലമൊക്കെ വെക്കും, അമ്പലവും പള്ളികളൊക്കെ മുകളിൽ വെക്കുമ്പോൾ അതിന്റെ മുകളിൽ ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട്. ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഈ മലയുടെ മുകളിലാണ് അവര് ഇത് കണ്ട വീടൊക്കെ പണിതിരിക്കുന്നത്. അവർ ഈ കല്ലുകളെല്ലാം പൊട്ടിച്ച് കെട്ടിടങ്ങളൊക്കെ പണിയാനെടുക്കും. ഇടയ്ക്കൊക്കെ ഇതിന്റെ മണ്ണിൻ്റെ പാറകളെല്ലാം പൊട്ടിച്ച് കെട്ടിടങ്ങൾ പണിയുകയും കോളേജുകളൊക്കെ പണിയുകയൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട് പിന്നെ ആ മലകളുടെ മുകളിലാണ് ഓരോ വീടുകൾ വെച്ചിരിക്കുന്നത്. ഈ മലകൾ ഒക്കെ പൊട്ടിച്ചവര് പാറ പണിയുകയും ഇതുപോലെ ഫാക്ടറികൾ പണിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ യാത്ര നമുക്ക് മനസ്സിന് സന്തോഷം പകരുന്ന ഒരു യാത്രയാണ് ട്രെയിനിൽ. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സന്തോഷമാണ് കേട്ടോ. ഇത് കണ്ട എത്ര മനോഹരമാണ് ഈ ട്രെയിൻ. ഈ ട്രെയിനിൽ കൂടെ പോകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഇത്ര നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ട എത്ര മനോഹരമാണ്. ഇതും കഞ്ചിക്കോട് ഭാഗമാണ്. കൊല്ലങ്കോട്, കഞ്ചിക്കോട് ആ ഭാഗം കണ്ട് സുന്ദരമായ സ്ഥലം. കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അത് ഞങ്ങളിങ്ങനെ വീഡിയോയിലെടുത്ത് ഇതിലേക്ക് ഇട്ടതാണ്. നിങ്ങൾക്കായി ഈ വ്ലോഗ് ചെയ്തതാണിത്. മലനിരകൾ പൊങ്ങി നിൽക്കുന്നതാണ്ട. ഇത്രയധികം മഴയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എത്താനൊക്കെയുള്ള കാരണം ഈ മലനിരകളായിരിക്കാം അല്ലേ. കാറ്റും അതിനെയൊക്കെ തടഞ്ഞു നിർത്തി നമ്മൾക്ക് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മലകളും കാടുകളും എല്ലാം വൃക്ഷങ്ങളല്ല. ഇതെല്ലാമാണ് എനിക്ക് ഇത്രയും വലിയ വെള്ളപ്പൊക്കവും ഒക്കെ എത്തിച്ചേരിക്കുന്നത്. പക്ഷെ ഈ മല തന്നെ തമിഴ്നാട്ടിൻ്റെ അതിർത്തിയാണല്ലോ. അവിടെ ഒന്നും ഇത്രയും മഴകളില്ലല്ലോ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ മലകളും അതിനോടൊപ്പം മരങ്ങളുമാണ് വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത്രയും മരങ്ങളൊക്കെ ഒത്തിരി ഓവറായാലും ഇതെല്ലാം നാശമാണ്. വെയിലും വെട്ടവും ഒന്നും ഇല്ലാതെ വെള്ളം ഇറങ്ങി ഉരുൾപൊട്ടലും എല്ലാം ആയിത്തീരുന്നു. അതൊക്കെ ഒരു നാശം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയുള്ള സംഭവമില്ല. വെള്ളം കയറുന്നേ ഉള്ളായിരിക്കാം. വെള്ളം കണ്ടില്ല. നമ്മള് വെള്ളം ഇല്ലാത്തപ്പോഴാണ് പോയത്. ഇത് മഴക്കാലത്തല്ല, മഴ തുടങ്ങുന്നതിന് മുമ്പാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്തത്. കേരളത്തിന്റെ പ്രകൃതി മനോഹാരിതമായ സ്ഥലമാണ് കൊല്ലങ്കോട്, കഞ്ചിക്കോട് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ. പാലക്കാട്, അതൊക്കെ പാലക്കാടിന്റെ ഒരു ഭാഗം, ആ ഭാഗമാണ് ഇതൊക്കെ. ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ഈ സുന്ദരമായ സ്ഥലങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത് ഹൈദരാബാദാണ്. ഇത് നോക്കത്തെ ആ ദൂരത്തേക്ക് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വാരി എറിഞ്ഞിരിക്കുന്നത് പോലെയാണ് കണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നതിന് സന്തോഷം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.